അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഫുട്ബോളിൽ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമായിരിക്കും എങ്ങനെയാണ് എപ്പിക്ക് അടിക്കുക, എപ്പിക്ക് കിട്ടാനുള്ള ചാൻസ് കൂട്ടുക എങ്ങനെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 ടൈപ്പ് അക്കൗണ്ടാണുള്ളത്. ഒന്ന് തീരെ എപ്പിക്ക് അടിക്കാത്ത അക്കൗണ്ട്, പിന്നെ 2 മാസം 3 മാസം ആ ഗ്യാപ്പിലൊക്കെ എപ്പിക്ക് അടിക്കുന്ന അക്കൗണ്ട്, പിന്നെ ചില അക്കൗണ്ട് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് 100 കോയിൻ തന്നെ പെട്ടെന്ന് എപ്പിക്ക് അടിക്കും. അപ്പോൾ ഈ 3 ആൾക്കാർക്ക് ഒരുപോലെ ചെയ്ത് നോക്കാൻ പറ്റിയ ട്രിക്കാണ്. അപ്പോൾ ഇതെൻ്റെ മെയിൻ അക്കൗണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഈ പെപ്പേനെയും ഹസാർഡിനെയും എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 4800 കോയിൻ പൊട്ടിച്ചിട്ടുണ്ട്. 4800 ഉദ്ദേശിച്ചിട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു F2P പ്ലെയറാണ്. ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ കോയിനാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ശരിക്കും എടുത്ത് വെച്ച് തന്നെയാണ്. കാരണം ഞാനൊരു റൊണാൾഡോ ഫാനാണ്. അപ്പോൾ റൊണാൾഡോ റൊണാൾഡോനെ കിട്ടാൻ വേണ്ടിയിട്ട് 2008 റൊണാൾഡോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. എങ്കിലും അത്ര നല്ലൊരു പാക്ക് വന്നപ്പോൾ കറക്കാൻ തോന്നി, അങ്ങനെ കറക്കിയതാണ്. അപ്പോൾ പിന്നെ ഞാനത് കറക്കിയിട്ടില്ല. അതിന് എനിക്ക് ഒരു 5000 പൊട്ടി. കാരണം എനിക്ക് ആ സമയത്ത് ഈ ട്രിക്ക് അറിയുന്നുണ്ടായില്ല. ആ സമയത്ത് എനിക്ക് ഒരുപാട് ദേഷ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിലൊരുത്തിന് 500 ഡയമണ്ടിന് ബ്ലാക്ക് ആനിമേഷൻ അടിച്ചു, പെപ്പേന് സ്നൈഡറിനെയും കിട്ടി, പിന്നെ എൻ്റെ വേറൊരു കൂട്ടുകാരന് 100 ഡയമണ്ടിന് സ്നൈഡറിനെ കിട്ടി. ഇത് കാണുമ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 5000 പോയി, 2 ആളെ കിട്ടി, അത് മതി. പിന്നെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ഒരു ട്രിക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. അത് ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ ചെയ്യുമ്പോഴായാലും ബാക്കിയുള്ളവരോട് ചെയ്യാൻ പറഞ്ഞപ്പോഴായാലും വർക്കിംഗ് ആണ്. കാരണം അത് ഞാൻ വേറൊരു കൂട്ടുകാരൻ്റെ അടുത്ത് അവൻ്റെ അക്കൗണ്ടിൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് സെക്കൻഡ് സ്പിന്നിൽ ഇബ്രാഹിമോവിച്ചിനെ അടിച്ചു. അതിന് പിറ്റേ ദിവസം അവൻ വീണ്ടും 200 കോയിനാക്കി വന്നു. അതിൽ വീണ്ടും സെക്കൻഡ് സ്പിന്നിൽ സ്നൈഡറിനെ അടിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വർക്കിംഗ് ട്രിക്കാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇത് തീരെ എപ്പിക്ക് കിട്ടാത്തവർക്ക് എന്തൊക്കെയും തെറ്റായിരിക്കും. അപ്പോൾ ഞാൻ പ്രൂഫിനായിട്ടൊരു അക്കൗണ്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അക്കൗണ്ടാണ്. ഇവൻ തന്നെയാണ് ഈ ട്രിക്കും പറഞ്ഞത്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ പിർലോയും മാൾഡീനെയാണ്. ഇത് ഇവൻ്റെ മെയിൻ അക്കൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവന് കിട്ടിയത്, അവന് ഈ മിഷൻസിൽ 1000 കോയിൻ ഇടയ്ക്ക് കൊടുക്കണ്ടായില്ലേ, കുറച്ചായി. അപ്പോൾ അതിൽ അവന് 1000 കിട്ടി. അവൻ്റെ കയ്യിൽ ഒരു 200 ഉണ്ടായിരുന്നു. അവൻ അതിൽ ഒരു 100 സ്പിൻ ചെയ്ത് അടുത്തതിൽ ട്രിക്ക് ചെയ്തിട്ട് കറക്കിയപ്പോൾ അതിൽ കിട്ടി. പിന്നെ ഈ പുതിയ വന്ന മാൾഡീനി അവന് ഫ്രീ സ്പിന്നിൽ തന്നെ അടിച്ചാണ്. അതും ഈ സെയിം ട്രിക്ക് തന്നെ. 100 അല്ലെങ്കിൽ 200 എന്തൊക്കെയാലും കിട്ടും. ഞാൻ 100 കിട്ടുന്ന എന്തൊക്കെയാലും പറയില്ല, 200 അതിലെന്തൊക്കെയാലും കിട്ടും. ഇത് അവൻ്റെ തന്നെ സെക്കൻഡ് അക്കൗണ്ടാണ്. ഇത് അവൻ്റെ കയ്യിൽ ഇല്ല. ഇപ്പോൾ ഇതൊരു കോമഡിയാണ്. കാരണം അവൻ ഒരേ ഫോണിൽ തന്നെ മൾട്ടിപ്പിളായിട്ട് വെച്ച് കളിക്കാൻ പറ്റില്ല, അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ 100 കോയിന് ആ ഗുള്ളിറ്റിനെയും പിന്നെ ആ CMF കളിക്കുന്ന പ്ലെയറിന് 100 കോയിനാണ് കിട്ടിയത്. വാൻഡ്രസറും അതെ, വാൻഡ്രസർ 300 കോയിനാണ് വന്നു. ആ 300 കോയിനായിട്ട് പിന്നെ ആ സെന്നറ്റി 100 കോയിനാണ്. ഇതൊക്കെ അവൻ കറക്കിയ ടൈമിങ്ങും ഉണ്ട്. അവൻ എപ്പോഴും രാത്രി ഇറക്കുക, എന്നുവെച്ചാൽ അധികം കളിക്കാരൊന്നും ആക്റ്റീവ് അല്ല ആ സമയത്ത്. അതുപോലെ രാവിലെ ഒരു 6 മണി ആ ടൈമിലൊക്കെ ഇല്ലേ, അപ്പോൾ കറക്കിയാൽ കൂടുതൽ ചാൻസ് കൂടും. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. അങ്ങനെ ആൾക്കാർ കളിക്കാത്ത സമയത്ത് കറക്കുക. അതുപോലെ ഞാൻ ആ സാഡിൻ്റെ പാക്ക് ഇറക്കിയത് 3 മണി സമയത്താണ്. കാരണം ആ പാക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ചാൻസ് കൂടും. പാക്ക് വന്നാൽ അപ്പം തന്നെ കറക്കല്ല, ഞാൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് എല്ലാവരും കറക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കറക്കിയത്. അതാണ് ഞാൻ ചെയ്ത വലിയൊരു മണ്ടത്തരം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിക്ക് എന്താണെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ട്രിക്കിൻ്റെ സ്റ്റെപ്പ് 1 പറയണത്, നമ്മൾ ഈ ഫുട്ബോളിൽ കയറുമ്പോൾ തന്നെ ക്ലിയർ ക്യാച്ച് അടിച്ച് കയറുക. ഒരു 4-5 വട്ടം ക്ലിയർ ക്യാച്ച് അടിക്കുക. പിന്നെ നമ്മളൊരു പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പൊസിഷനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മെയിൻ പ്ലെയറിനെ, നമുക്ക് വേണ്ട പ്ലെയറിനെ ഒന്ന് നോക്കുക. പിന്നെ ജസ്റ്റ് ബാക്ക് വരിക, ആ ഇൻഡുവിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് കയറണം. പിന്നെ നമ്മൾ തിരിച്ച് കയറിയിട്ട് ഓവറോൾ റേറ്റിംഗ് കൊടുക്കുക. ഡയറക്റ്റ് പഴയ പോലെ തന്നെ ആക്കാം. നമ്മൾ ഓവറോൾ റേറ്റിംഗ് കൊടുത്തതിന് ശേഷം 2 റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഇതിൽ ഡിമാർക്ക് വേണം എൻ്റെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ, ആളുടെ ടീം ഇൻ്റർ മിലാനാണല്ലോ. അപ്പോൾ ഇൻ്റർ മിലാനിലുള്ള അടിയത്തെ പ്ലേയേഴ്സിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഒന്ന് അവരുടെ ഇതൊക്കെ നോക്കിയിട്ട് ബാക്ക് അടിക്കുക. അങ്ങനെ തന്നെ ഇൻ്റർ മിലാനിൽ കളിക്കുന്ന ഒരു 4 പ്ലേയേഴ്സിൻ്റെ റൊട്ടേറ്റ് ചെയ്യുക, ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ മെയിൻ ടാർഗറ്റിൻ്റെ എടുക്കുക, ആളുടെ കുറച്ചും കൂടി എല്ലാം എന്താ സ്കിൽസ് ആയാലും ഒക്കെ ഒന്ന് നോക്കുക. ആളുടെ കാർഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം എന്തെങ്കിലും വയ്ക്കുക. പിന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, ഒന്ന് ഡിമാർക്കോനെ എടുക്കുക, നമ്മുടെ ടാർഗറ്റിനെ എടുക്കുക, വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക, ബാക്ക് അടിക്കുക. പിന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ
100 ചെയ്യാൻ നോക്കണമെന്നുണ്ടെങ്കിൽ 933 വട്ടം പ്രസ് ചെയ്ത് ക്യാൻസൽ അടിക്കുക. ഇപ്പോൾ 900-ൻ്റെയാണ് അല്ല 100-ൻ്റെ സ്പിന്നാണ് നിങ്ങളത് ചെയ്യാറുള്ളൂ എന്നുണ്ടെങ്കിൽ 933 വട്ടം പ്രസ് ചെയ്ത് ക്യാൻസൽ അടിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ 100-ൻ്റെ സ്പിന്നാണ് നിങ്ങളിൽ ചെയ്യാറുള്ളൂ എന്നുണ്ടെങ്കിൽ 933 വട്ടം, പിന്നെ 34-ാമത്തെ വട്ടം 100-ൽ പോയിട്ട് സ്പിൻ ചെയ്യുക. അതന്നെ അങ്ങോട്ട് തിരിച്ചും. അപ്പോൾ അങ്ങനെ ചെയ്താൽ കിട്ടുന്നൊരു 99% എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം അത് ഈ അക്കൗണ്ട് തന്നെയാണ്. അവൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണ് അത് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന അക്കൗണ്ട്, പിന്നെ അടുപ്പിച്ച് കിട്ടുന്ന അക്കൗണ്ട്, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന അക്കൗണ്ട്, തീരെ കിട്ടാത്ത അക്കൗണ്ട്. ഈ തീരെ കിട്ടാത്ത അക്കൗണ്ടിൽ നിങ്ങൾ 900 ചെയ്യണമായിരിക്കും നല്ലത്. ബാക്കിയുള്ള 2 അക്കൗണ്ടിലും 100 വെച്ച് ചെയ്താൽ തന്നെ മതി. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ വർക്ക് ചെയ്തിട്ട് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. കാരണം ബാക്കിയുള്ളവർക്കും അത് കണ്ട് ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതൽ ട്രസ്റ്റ് ആവുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.